ഒമാനോട് ചേർന്ന് മുങ്ങിയ എണ്ണക്കപ്പലിലുള്ളവർക്കായുള്ള തെരച്ചിലിന് ഇന്ത്യൻ നാവികസേനയും INS തേജ്, ദീർഘദൂര നിരീക്ഷണ വിമാനം P-81 എന്നിവ വിന്യസിച്ചു. 13 ഇന്ത്യക്കാർ ഉൾപ്പെടെ 16 പേരാണ് മുങ്ങിയ കപ്പലിലുള്ളത്. അനൂപ് ദാസ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനൂപ്, എങ്ങനെയാണ് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാകുന്നത് രാജ്യം? തിങ്കളാഴ്ചയാണ് ഈ കപ്പൽ മുങ്ങിയത്. ആ കപ്പലിൽ 16 പേരുണ്ടായിരുന്നതിൽ 13 ഇന്ത്യക്കാർ, 3 ശ്രീലങ്കക്കാരാണ്. ഒപ്പം തന്നെ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ദുബായിലെ തുറമുഖത്ത് നിന്ന് യമൻ തീരത്തേക്ക് പോയ കപ്പലായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ 2 ദിവസമായിട്ടും രക്ഷാപ്രവർത്തനം കാര്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നില്ല. ഈ ഘട്ടത്തിലാണ് പ്രത്യേകിച്ച് 13 ഇന്ത്യക്കാർ ഉള്ളത് കൊണ്ട് തന്നെ ഇന്ത്യൻ നാവികസേന കൂടി തിരച്ചിലിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ രംഗത്ത് വരുന്നത്. ഒരു തേജ് കപ്പലിന് പുറമെ തന്നെ പ്രത്യേക നിരീക്ഷണ വിമാനം കൂടി വിന്യസിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന്, വളരെ വേഗത്തിൽ ഈ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കാനുള്ള ഒരു ശ്രമമാണ് നാവികസേനയുടെ ഭാഗത്തു നിന്നുള്ളത്. എന്തായാലും രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ ഈ നാവികസേനയുടെ ശ്രമം ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലാണ് ഇപ്പോഴുള്ളത്. അധികം വൈകാതെ തന്നെ ഒരു സന്തോഷ വാർത്ത ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത്. പക്ഷേ തിങ്കളാഴ്ച കഴിഞ്ഞിങ്ങോട്ട് ഒരുപാട് മണിക്കൂറുകൾ കഴിഞ്ഞതിൻ്റെ ഒരു വെല്ലുവിളി മുന്നിലുണ്ട്. എങ്കിലും പ്രതീക്ഷയോടുകൂടി തന്നെ നാവികസേന തിരച്ചിൽ ഇപ്പോൾ സജീവമാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ശരി, അനൂപ് ദാസാണ് വിവരങ്ങൾ നൽകിയത്.